ഇതാണ് നെട്ടറ ഗ്രാമം. വയനാട്ടിൽ തീർച്ചയായും കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാട്ടാ. തിരുനെല്ലിക്കടുത്ത് തിരുനെല്ലി അമ്പലം കഴിഞ്ഞ് ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മഗിരി മലനിരകളുടെ താഴെയുള്ള ഒരു ചെറിയ ഗ്രാമം. കാളിന്തി നദിയാണ് ഈ കാണാൻ പറ്റുന്നത്. ഇതിന്റെ പല ഭാഗങ്ങളുണ്ട് കേട്ടോ. വയനാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ കാണാൻ പറ്റുന്നത്. ഇത് ഈ കാളിന്തി നദിക്കരികിൽ നമ്മൾ കണ്ടതാട്ടാ. ഈ ഒരു പാറയുടെ ഒരു ഭാഗത്ത് മഞ്ഞ കളറിലെ ലിക്വിഡ് ഇങ്ങനെ വന്ന് കൂടിക്കൂടി നിൽക്കുന്നത്. ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാനോട്ടോ. വയനാട്ടിലെ തിരുനെല്ലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ തിരുനെല്ലിക്കടുത്ത് നെട്ടറ എന്നൊരു സുന്ദരമായ ഗ്രാമമുണ്ട്. ഇത് അധികം ആൾക്കാരും വരാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കൊടും കാടിനുള്ളിലെ നെൽപ്പാടങ്ങളും ബ്രഹ്മഗിരി മലയും ഒഴുകുന്ന കാളിന്തി നദിയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാനുള്ളത്. നെട്ടറ ഗ്രാമത്തിലേക്ക് എത്തുമ്പോ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഇവിടുത്തെ ഈ ഒരു പാലമാണ്. അപ്പൊ ഈ ഒരു പാലത്തിന്റെ അവിടെയാണ് നിങ്ങൾ ആദ്യം വരേണ്ടത്. ഈ കാളിന്തി നദിയുടെ പല ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗമാണ് ഈ പാലത്തിലൂടെ നേരെ താഴേക്ക് ഇറങ്ങി നേരെ നടന്നു കഴിഞ്ഞാൽ ഒഴുകുന്ന കാളിന്തി നദി നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പല ഭാഗങ്ങളും വളരെ ഭംഗിയാണ്. അതിലൊരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെ ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും നല്ല അടിപൊളി ഫ്രെയിമുകളാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഇവിടുത്തെ വെള്ളത്തിന്റെ ക്ലിയർ കണ്ട നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് ശരിക്കും ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. അത്രയും ഫിൽട്ടർ ചെയ്ത് വന്ന വെള്ളം ഇതുകൊണ്ടാണ് അത്രയും തെളിവ്. എന്നാ ഒരു ഒഴുക്കാണെന്നറിയാമോ ഇവിടുത്തെ വെള്ളത്തിൽ. കുളിക്കാനൊക്കെ വയനാട്ടിൽ വരാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത്. അധികം ആഴമില്ല, നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി കുളിക്കുകയും ചെയ്യാൻ നല്ല ക്ലിയർ വെള്ളമാണ്. സ്ഥലം കണ്ടില്ലേ, അടിപൊളി ഒരു വൈബാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ കേട്ടാ. മഴയും കാര്യങ്ങളൊക്കെ മാറി വിന്റർ സീസൺ തുടങ്ങിയ ഒരു സമയമാണ്. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പച്ചപ്പായിരിക്കും ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ കണ്ടൊരു പഴയ ഒരു വീടാട്ടോ. അടിപൊളി ഒരു ഫ്രെയിമാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വരാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത്. ഇതാണ് നെട്ടറ ഗ്രാമം. വയനാട്ടിൽ തീർച്ചയായും കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാട്ടാ. തിരുനെല്ലിക്കടുത്ത് തിരുനെല്ലി അമ്പലം കഴിഞ്ഞ് ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മഗിരി മലനിരകളുടെ താഴെയുള്ള ഒരു ചെറിയ ഗ്രാമം. അടിപൊളി സ്പോട്ടാണ്. വയനാട്ടിൽ വന്നാൽ വരേണ്ട ഒരു സ്ഥലമാണ്. ഈ കാണുന്ന ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ്. കറക്റ്റ് ഒഴുകുന്ന കാളിന്തി നദിയും കറക്റ്റ് ആ ബ്രഹ്മഗിരി മലനിരകളുടെ ആ ഒരു വൈബൊക്കെ കറക്റ്റ് കിട്ടുന്ന അടിപൊളി ഒരു ഫ്രെയിമാണ് ഇവിടെ. ഇത് നേരെ ആ ഒരു വീട് കാണിച്ചില്ല ഞാൻ ഇതിനു മുമ്പ്, ആ വീടിന്റെ നേരെ ബാക്കിലാണ് ഈ കറക്റ്റ് സ്പോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഈ നെട്ടറ പാലത്തിന്റെ അവിടെ തന്നെ ഇപ്പൊ നമ്മള് 1, 2, 3 സ്പോട്ടുകൾ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇനി നേരെ വണ്ടി എടുത്ത് ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഈ ഒഴുകുന്ന കാളിന്തി നദിയുടെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. പല ഭാഗങ്ങളും അടിപൊളിയാണ്. ഓരോ സ്പോട്ടുകളും നല്ല വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. അതുമാത്രമല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇതൊരു അടിപൊളി ഒരു ഫ്രെയിമാണ് കേട്ടോ.
ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസ് വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലമായിട്ടായത്. ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഈ റോഡ് ഇങ്ങനെ പോയാണ്. ഈ റോഡിന്റെ ഒരു സൈഡിൽ കൂടി കാളന്തി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരുപാട് സ്പോട്ടുകൾ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ട്. ഒരു ദിവസം ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നൈസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെള്ളത്തിലൊക്കെ കിടന്ന് വൈബ് അടിച്ച് പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ആ റോഡ് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വഴി തന്നെ നമുക്ക് നേരെ കാട്ടിക്കുളം ചെന്ന് കയറാൻ പറ്റും. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ നേരം നിറയെ നെൽപ്പാടങ്ങളും അവസാനം ഇവിടെ ഒരു പാലം ഉണ്ട്. ഈ പാലത്തിന്റെ റൈറ്റ് സൈഡ് അടിപൊളിയാണ്, നല്ലൊരു ഫ്രെയിമാണ്. ഈ പാലത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാൻ നേരം ഒഴുകുന്ന കാളന്തി നദിയുടെ അടിപൊളി ഒരു ഫ്രെയിമാട്ടാ. ലെഫ്റ്റ് സൈഡ് അത്ര പോരാ, റൈറ്റ് സൈഡ് അടിപൊളിയാണ്. നമ്മൾ നെട്ടറ ഗ്രാമമൊക്കെ കണ്ട് നെട്ടറ ഗ്രാമത്തിൽ തിരിച്ചു പോയേട്ടാ. ഇതാണ് നെട്ടറ ഗ്രാമത്തിൻ്റെ ഒരു കിടപ്പ്. ഈ ഒരു റോഡ് ഇങ്ങനെ കിടക്കുക. നമ്മളിനി നേരെ തിരുനെല്ലിയിലേക്കാണ് പോയി കയറാൻ പോണത്. റൈറ്റ് സൈഡിലെ ബ്രഹ്മഗിരി മലനിരകൾ കണ്ടിട്ടില്ല. ഈ മലേനെ മേലെ കയറാൻ ബ്രഹ്മഗിരി ട്രക്കിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് തിരുനെല്ലി അമ്പലം എത്രയും മുമ്പായിട്ടുണ്ട്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ വേണ്ടവർക്ക് ഫോറസ്റ്റിൻ്റെ ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു മലേൻ്റെ മേലയിലൊക്കെ കയറാൻ പറ്റും. ഈ ഒരു മല കേരള കർണാടക അതിർത്തിയാണ് ശരിക്കും. കൊടക് അടുത്താണ് ശരിക്കും. ഈ നെട്ടറ ഗ്രാമത്തിലെ കാളന്തി നദിയുടെ ഇഷ്ടം പോലെ പല ഭാഗങ്ങളും അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഹിഡൻ സ്പോട്ടുകളുണ്ട്. അപ്പോൾ അറിയാവുന്ന ഒരു വീഡിയോ കാണുന്നവർ നമ്മളെന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ നമ്മൾ നെട്ടറ പാലമൊക്കെ കഴിഞ്ഞ് നേരെ തിരുനെല്ലിയിലേക്കാട്ട പോകാൻ പോകണം. തിരുനെല്ലിയിൽ നിന്ന് നമ്മളിനി അടുത്ത ഒരു ഫോറസ്റ്റ് റൈഡ് അടിപൊളി ഒരു റൂട്ടിലേക്കാണ് പോകുന്നത്. വയനാട് ഫോറസ്റ്റ് റൈഡ് വരാൻ പറ്റിയ അടിപൊളി ഒരു റൂട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. വൈൽഡ് ആനിമൽസിനെയൊക്കെ നമുക്ക് റോട്ടിൽ തന്നെ കാണാൻ പറ്റും. അടിപൊളിയാണ്. കാടിനെ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു റൂട്ടാണ്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാട്ടിക്കുളം വന്നു കഴിഞ്ഞാൽ അവിടെ നേരെ തിരുനെല്ലി കറങ്ങി ഈ നെട്ടറൊക്കെ കറങ്ങി അത് കഴിഞ്ഞ് ഇനി നമ്മൾ പോകാൻ പോണ സ്ഥലമാണ് നേരെ കാണാൻ പോണത്. അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യണത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഏകദേശം ഒരുപാട് വലുതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മളിതാ അടുത്തൊരു ഫോറസ്റ്റ് റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ പോയാണ്. വൈകിട്ട് സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളെ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ